മുസ്ലിം ലീഗിനോട് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ചില രാഷ്ട്രീയ കാര്യങ്ങൾ പറയുകയാണ് CPM. അതിതാണ്, നിങ്ങൾ മുസ്ലിം ലീഗിലെ സമ്പന്ന വിഭാഗത്തിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി മുസ്ലിം സംഘടനകളെ യോജിപ്പിച്ചു നിർത്തുന്ന മാത്രം നയമായിരുന്നു. രാജ്യത്ത് സോഷ്യലിസവും കമ്മ്യൂണിസവും സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് CPM പ്രവർത്തിക്കുന്നത് എന്ന് നിങ്ങൾ മറക്കരുത്. മാർക്സിസം ലെനിനിസത്തെ ഇന്ത്യൻ സാഹചര്യം അനുസരിച്ച് പ്രയോഗിച്ച് പ്രാവർത്തികമാക്കുകയാണ് CPM. അതിനായി വർഗ സമര സിദ്ധാന്തം അനുസരിച്ച് പ്രവർത്തനങ്ങൾ രൂപപ്പെടുത്തി മുന്നോട്ട് പോകുന്നു. ലീഗിന് അതറിയേണ്ട കാര്യമില്ലെങ്കിലും അതൊന്നുകൂടി ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത CPMനുണ്ട്. അതാണ് CPI നേതാവ് പുത്തലത്ത് ദിനേശനും പറയാനുള്ളത്. അടിസ്ഥാന വിഭാഗത്തിന്റെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്ന CPMന്റെ സമീപനം മുസ്ലിം ജനവിഭാഗങ്ങളെ അടക്കം പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് തന്നെയാണ്. ആ ബോധ്യം ലീഗിനുണ്ടാകേണ്ട, പക്ഷേ സമുദായത്തിനുണ്ടായിരിക്കണം. അതുതന്നെയാണ് യാഥാർത്ഥ്യം. പുത്തലത്ത് ദിനേശൻ ലീഗിന്റെ ഇന്നത്തെ സമീപനം ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ സമുദായത്തിൽ എങ്ങനെയാണ് അത് ബാധിക്കുന്നതെന്ന് വിവരിക്കുന്നത് ഇങ്ങനെയാണ്. സമുദായത്തിൽ മാത്രമല്ല, കേരളത്തിലെമ്പാടും ബാധിക്കുന്നത് ഇങ്ങനെയാണ്. കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടി തന്നെയാണ് മുസ്ലിം ലീഗ്. മുസ്ലിം സംഘടനകളെ ആകെ തങ്ങളുടെ കൊടുക്കീഴിൽ കൊണ്ടുവന്ന് തെരഞ്ഞെടുപ്പ് വിജയം മാത്രം നേടുക എന്നതായിരുന്നു ലീഗിന്റെ സമീപനം. 2001 CPM സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ച മതന്യൂനപക്ഷങ്ങളെ അവരുടെ പ്രശ്നങ്ങളെ പറ്റിയുള്ള രേഖ, അതിൽ ലീഗിന്റെ നിലപാട് വ്യക്തമായി വിശദീകരിക്കുന്നുണ്ട്. അതിങ്ങനെയാണ്: സമുദായത്തിന്റെ പേര് പറയുകയും എന്നാൽ അതുപയോഗിച്ച് സമ്പന്ന വിഭാഗത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുകയുമാണ് മുസ്ലിം ലീഗ് നേതൃത്വം ചെയ്യുന്നത്. സമ്പന്ന വിഭാഗത്തിന് അധികാരമാണ് പ്രധാനം എന്നതുകൊണ്ട് തന്നെ അധികാരത്തിൽ പിടിച്ചു നിൽക്കാൻ BJPയുമായി ഉൾപ്പെടെ നീക്കുപോക്കുകൾ ഉണ്ടാക്കാൻ ഇവർ തയ്യാറാകുകയാണ്. ഇപ്പോൾ ഇവരുടെ ഈ സ്വഭാവങ്ങളെ തുറന്നു കാണിക്കാൻ കഴിയേണ്ടതുണ്ട്. മുസ്ലിം സമുദായത്തിലെ പാവപ്പെട്ടവർക്ക് എതിരാണെന്നും ന്യൂനപക്ഷ ധ്വംസകരമായി കൂട്ടുചേർന്ന് പ്രവർത്തിക്കുന്ന നിലപാടാണ് അവരുടേതെന്നും തുറന്നു കാണിക്കാനാകണം. എന്നാൽ ഇന്ന് മുസ്ലിം ലീഗിന് മുഴുവൻ ഇസ്ലാമിക സംഘടനകളെയും ഒപ്പം അണിനിർത്താൻ കഴിയുന്നുണ്ട്. അതുതന്നെയായിരുന്നു 2001 CPMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ച ആ രേഖ. ഈ നിലപാടിൽ നിന്നും ഒരു മാറ്റവും CPMന് ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ ലീഗും മാറിയിട്ടില്ല. അവരുടെ ഈ നയങ്ങൾ അടിക്കടി തീവ്രമായി കൊണ്ടിരിക്കുന്നു എന്നേ ഉള്ളൂ. മുസ്ലിം ലീഗിലെ സമ്പന്ന വിഭാഗത്തിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം മുസ്ലിം സംഘടനകളെ യോജിപ്പിച്ചു നിർത്തുന്ന നയമാണ് ലീഗിൻ്റെത് എന്ന് വളരെ വ്യക്തമാകുന്നു. ബാബറി മസ്ജിദ് പൊളിച്ചടക്കം മതനിരപേക്ഷത തകർക്കുന്ന നയങ്ങൾ രാജ്യത്ത് ഉയർന്നപ്പോൾ അക്കാര്യത്തിൽ ശരിയായ നിലപാട് സ്വീകരിക്കുന്നതിൽ ലീഗിന് കഴിയാതെ വന്നതിനെതിരെ ശക്തമായ പ്രതിഷേധം ലീഗിനകത്ത് തന്നെ ഉയർന്നു. അങ്ങനെയാണ് INL ഉണ്ടായത്. മുസ്ലിം ജനസമൂഹത്തിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അവരുടെ പൗരാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ സജീവമായി CPM ഇടപെട്ടു തുടങ്ങി. BJP മുന്നോട്ട് വച്ച മതരാഷ്ട്രവാദത്തിനെതിരെ മതനിരപേക്ഷതയിൽ നിന്നുള്ള സമരങ്ങളിൽ ഐക്യപ്പെട്ടു നിൽക്കുന്ന നിലപാടും CPM സ്വീകരിച്ചു. ഇതിനൊക്കെ എതിരായിരുന്നു മുസ്ലിം ലീഗ്. കാരണം മുസ്ലിം സംഘടനകൾ തങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ നിന്നും CPMലേക്ക് പോകുന്ന ഭീതി അവർക്കുണ്ടായിരുന്നു. എന്നാൽ ലീഗിന്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന പല നയങ്ങളും ഉൾക്കൊള്ളാൻ മുസ്ലിം സംഘടനകളിൽ പലർക്കുമായില്ല. അത് മുസ്ലിം ലീഗും മുസ്ലിം സംഘടനകളും തമ്മിലുള്ള വൈരുദ്ധ്യത്തിലേക്കാണ് വഴിതെളിച്ചത്. മതനിരപേക്ഷത സംരക്ഷിക്കുന്നതിന് ഇടതുപക്ഷം സ്വീകരിക്കുന്ന നിലപാട് മുസ്ലിം ജനവിഭാഗങ്ങളിലെ മതനിരപേക്ഷത മുറുകെ പിടിക്കുന്ന ചില സംഘടനകളെ ഇടതുപക്ഷ മുന്നണിയുമായി അടുപ്പിക്കാനാണ് ആ സ്ഥിതിവിശേഷമുണ്ടാക്കിയത്. സമസ്തയും മുസ്ലിം തമ്മിലുള്ള ഇതുവരെയുള്ള സംഘർഷത്തിന്റെ അടിസ്ഥാനവും ഇത് തന്നെയായിരുന്നു. മതവിശ്വാസികളുമായി ഐക്യവും വർഗീയതയ്ക്കെതിരെ സമരവും എന്നത് തന്നെയാണ് CPMന്റെ സമീപനം. ഈ നയം കൂടുതൽ ശക്തമായി CPM നടപ്പാക്കാൻ തുടങ്ങിയതോടെ ലീഗ് ഇതിനെതിരെ പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കാനും തുടങ്ങി. മുസ്ലിമായി ജീവിക്കണമെങ്കിൽ മതനിരപേക്ഷമായ സമൂഹം ഉണ്ടായാൽ മതിയെന്ന നിലപാടാണ് പൊതുവെ മുസ്ലിം മത സംഘടനകൾക്കുള്ളത്. കേരളത്തിലെ മുസ്ലിം സംഘടനകളിൽ പ്രബലമായ സുന്നി സംഘടനകൾ ഇതിനുദാഹരണമാണ്. ഇത്തരം സംഘടനകളുമായി യോജിക്കാവുന്ന വിഷയങ്ങളിൽ യോജിക്കുന്ന നയം തന്നെയാണ് CPMന്റേത്. മുസ്ലിം രാഷ്ട്രവാദം ഉയർത്തുന്ന ജമാഅത്തെ ഇസ്ലാമിയുമായും തീവ്രവാദ നിലപാടെടുക്കുന്ന മറ്റു മുസ്ലിം സംഘടനകളുമായും രഹസ്യമായും പരസ്യമായുമാണ് ലീഗിന്റെ ബന്ധം. അവരുടെ സംഘടനാ സംവിധാനത്തെ ഇടതുപക്ഷത്തിനെതിരെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനും പ്രചരണത്തിനും ലീഗ് ഉപയോഗിച്ചു. അതിനെ കോൺഗ്രസ് രണ്ട് കൈ നീട്ടി സ്വീകരിക്കുകയും ചെയ്തു. അവരുടെ മുദ്രാവാക്യങ്ങൾ പലതും ലീഗ് സ്വീകരിച്ചു. ഇപ്പോൾ ലീഗ് ഉയർത്തുന്ന പല മുദ്രാവാക്യങ്ങളും ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള മതരാഷ്ട്രവാദികൾ മുന്നോട്ട് വയ്ക്കുന്നതാണ്. CPM മതവിരുദ്ധ പ്രസ്ഥാനമാണെന്നും മറ്റുമുള്ള മുസ്ലിം ലീഗ് പ്രസിഡന്റിന്റെ ആ പ്രസ്താവന ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വന്തം മുദ്രാവാക്യമാണ്. കേരള വിഭജനം, സമസ്തയുടെ ആ ആവശ്യവും ഇത്തരം അജണ്ടകൾ സ്വീകരിക്കുന്ന ലീഗ് പക്ഷപാതികളിൽ നിന്നും ഉയർന്നു വരുന്നു. മതരാഷ്ട്രവാദികളുടെയും തീവ്രവാദ സമീപനം സ്വീകരിക്കുന്നവരുടെയും മുദ്രാവാക്യം ഏറ്റെടുത്ത് ലീഗ് പ്രവർത്തിക്കുമ്പോൾ സമൂഹത്തിൽ മതരാഷ്ട്രവാദം പ്രചരിപ്പിക്കുക എന്ന
ജമാഅത്തെ ഇസ്ലാമിയുടെ ദൗത്യം ലീഗ് സ്വയം ഏറ്റെടുത്ത് നടപ്പാക്കുന്നു. ഇത്തരം മതരാഷ്ട്രവാദ ആശയങ്ങളെ ചൂണ്ടിക്കാണിച്ച് ശക്തിപ്പെടാൻ ഇവിടെ വഴിയൊരുങ്ങുന്നത് മറ്റാർക്കുമല്ല BJPക്കും സംഘപരിവാറിനും തന്നെയാണ്. മുസ്ലിം ജനവിഭാഗങ്ങൾക്കിടയിൽ മതരാഷ്ട്രവാദികൾ ഉണ്ടാക്കിയെടുക്കുന്ന തെറ്റായ ചിന്താഗതികളെ എതിർത്തുകൊണ്ടാണ് കേരളം പോലുള്ള മതനിരപേക്ഷ സംസ്ഥാനങ്ങളിൽ സംഘപരിവാർ വളരാൻ തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം രാഷ്ട്രീയം BJPയുടെ വർഗീയ രാഷ്ട്രീയത്തിന് വളം മാത്രമാകും നൽകുക. മുസ്ലിം ലീഗ് ഇപ്പോൾ ചെയ്യുന്നത് മുസ്ലിം സമുദായത്തിനകത്ത് ഉയർന്നു വരുന്ന മതനിരപേക്ഷ ചിന്താഗതിക്കാരെ ദുർബലപ്പെടുത്തും വിധം മതരാഷ്ട്രവാദികളുമായി സഖ്യം ചേരുകയും അവരുടെ അജണ്ട പ്രചരിപ്പിക്കുകയുമാണ്. കമ്മ്യൂണിസ്റ്റുകാർ മതനിരാസകരാണെന്ന ലീഗ് പ്രസിഡന്റിന്റെ പ്രസ്താവനയും ഇടപെടലും ലീഗിനെ മതരാഷ്ട്രവാദികളുടെ പളയത്തിൽ എത്തിക്കാൻ മാത്രമേ സഹായിക്കൂ എന്ന് സമുദായം ഓർക്കണം. സങ്കുചിത രാഷ്ട്രീയ താൽപര്യത്തിന്റെ ഭാഗമായി ഇത്തരം നിലപാടുകളെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ് കേരളത്തിൽ കോൺഗ്രസും സ്വീകരിക്കുന്നത്. ഒരു മാറ്റവുമില്ല. ഈ നയങ്ങൾക്കെതിരെയാണ് മുസ്ലിം സമുദായത്തിൽ നിന്നടക്കമുള്ള മതനിരപേക്ഷവാദികൾ രംഗത്ത് വരേണ്ടത്. അല്ലാതെ മുസ്ലിം ലീഗിന് വേണ്ടി കൊടി പിടിക്കുകയല്ല സമുദായം ചെയ്യേണ്ടത്. BJPക്കെതിരായ പ്രതിരോധത്തിന് സമുദായത്തിന് മാത്രമേ സാധിക്കൂ എന്ന വസ്തുത അവർ തിരിച്ചറിയണം.